ഹലോ എവരിവൺ. ലൈഫില് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കരച്ചിൽ വരുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ, അല്ലെ? എന്നാൽ പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ വിഷമങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഈ കരച്ചിലിനെ അടക്കാൻ ശ്രമിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവിലുള്ള ഒരു കൺസെപ്റ്റാണ് പുരുഷന്മാര് കരയാൻ പാടില്ല, കരയുന്നത് കുറച്ചിലാണ്. അല്ലെങ്കിൽ പൊതുവിൽ ആളുകളുടെ മുമ്പിൽ നമുക്കൊരു വിഷമം വന്നെങ്കിൽ പോലും കരയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കരുതുന്നത്. എന്നാൽ കരയുന്നത് ഇത്രമാത്രം മോശപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തില് കണ്ണുനീരെന്ന് പറയുന്നതിന് ഒരു വലിയ പവർ ഉണ്ട്. എന്തൊക്കെയാണ് ഈ കണ്ണുനീരിന്റെ പവർ? പ്രത്യേകിച്ച് നമ്മളൊരു ബുദ്ധിമുട്ടുകളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ കരയുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ആ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെ അതിൽ നമുക്ക് എന്തൊക്കെ ഒരു മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുതരാനായിട്ട് ഈ കണ്ണുനീരിന് കഴിയുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ക്രൈയിങ്. നമ്മൾ മനുഷ്യരുടെ സാധാരണ ഇമോഷൻസിനോടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഈ ക്രൈയിങ് അല്ലെങ്കിൽ നമ്മൾ കരയുന്നതിനെ പറയുന്നത്. ഈ കരച്ചിൽ കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിന്റെ അർത്ഥം ലൈഫിലെ എല്ലാ സമയത്തും കരയുന്നത് നല്ലതാണ് എന്നല്ല. പ്രത്യേകിച്ചും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ കരയുന്നതിനെ ഒരു വീക്ക്നെസ് ആയിട്ട് കരുതുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. കരച്ചിൽ കൊണ്ട് നമുക്കുള്ള ഒരു പ്രയോജനം, അല്ലെങ്കിൽ നമ്മളൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ണുനീര് വരുമ്പോൾ അത് നമുക്കൊരു സൂത്തിങ് ഇഫക്റ്റ് തരുമെന്നാണ് പറയുന്നത്. 2014 നടത്തിയ ഒരു സ്റ്റഡി പറയുന്നത് നമ്മുടെ ലൈഫില് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കണ്ണുനീരുണ്ടാവുമ്പോൾ ആ ഒരു കണ്ണുനീരിന് ഒരു സൂത്തിങ് എഫക്റ്റ് തരാൻ, നമ്മളെ ഒന്ന് കാം ചെയ്യാൻ, നമ്മളുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കണ്ണുനീരിന് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ, അതായത് നമ്മളെ നമുക്ക് തരുന്ന അല്ലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബോഡിയിലുള്ള ഒരു സിസ്റ്റമാണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മളെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ഈ കണ്ണുനീരിന് സാധിക്കുന്നത്. ഹെൽപ്സ് ടു റിലീവ് പെയിൻ. നമ്മളുടെ ടീയേഴ്സ് അല്ലെങ്കിൽ കണ്ണുനീര് വരുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് ഓക്സിറ്റോസിനും എൻഡോർഫിനും പോലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സൂത്തിങ് ഇഫക്റ്റ് തരാൻ, നമ്മളുടെ പെയിൻ കുറയ്ക്കാനായിട്ടും ഈ കണ്ണുനീരിന് കഴിയും. ഈ പെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാനായിട്ടും ഈ ഇമോഷണൽ ആയിട്ടുള്ള ടീയേഴ്സിന് സാധിക്കും. കണ്ണുനീര് പലതരത്തിലുണ്ട്. അതിൽ നമുക്കൊരു വിഷമം വരുമ്പോഴുള്ള കണ്ണുനീരിനെയാണ് ഇമോഷണൽ ടീയേഴ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് ബേസൽ ടീയേഴ്സ് ഉണ്ട്, അതായത് നമ്മളുടെ കണ്ണിൽ നിന്ന് നോർമൽ ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്നതാണ്. കണ്ണിനെ എപ്പോഴും ഒരു വെറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ടീയേഴ്സ് ഉണ്ട്, ബേസൽ ടീയേഴ്സ്. പിന്നെ റിഫ്ലക്സസ് വരുന്ന സമയത്ത് നമ്മളുടെ കണ്ണിൽ നിന്ന് ആ കണ്ണുനീര് വരും. ഉദാഹരണത്തിന് നമ്മൾ ഉള്ളിയൊക്കെ അരിയുമ്പോൾ കരയുന്ന, അത് റിഫ്ലക്സിനെ റിലേറ്റ് ചെയ്ത് വരുന്ന. പക്ഷെ വിഷമങ്ങൾ വരുമ്പോഴുള്ള കണ്ണുനീരിന്റെ കാര്യമാണ്. ആ ഒരു ബെനിഫിറ്റുകളാണ് നമ്മൾ ഈ പറയുന്ന ഇമോഷണൽ ടീയേഴ്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എൻഹാൻസസ് മൂഡ്. നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അല്ലെ വിഷമഘട്ടത്തിൽ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് കരയാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ മൂഡ് ഒന്ന് മാറിയതുപോലെ നമുക്ക് തോന്നും. ആ വിഷമങ്ങൾ ഒരുപാട് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അല്ലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓക്സിറ്റോസിനും എൻഡോർഫിനും ഒക്കെ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഈ ഇമോഷണൽ ടീയേഴ്സിന് പവർ ഉണ്ട്. റിലീസ് ടോക്സിൻസ് ആൻഡ് റിലീവ് സ്ട്രെസ്. ഇമോഷണൽ ടീയേഴ്സിന് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഒരു പവർ ഉണ്ട്. പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കരയുമ്പോൾ ആ കണ്ണുനീരില് ഒരുപാട് സ്ട്രെസ് ഹോർമോൺസും അതോടൊപ്പം കെമിക്കൽസും ഒക്കെ പുറന്തള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുറയ്ക്കാനായിട്ടും അതോടൊപ്പം തന്നെ പെയിനുകൾ, വേദനകൾ, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ടും ഒക്കെ ഇമോഷണൽ ടീയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ നമ്മളെ ശാന്തരാക്കാനും നല്ല ഉറക്കം കിട്ടാനും ഒക്കെ ഒരു തരത്തില് ഈ ഇമോഷണൽ ടീയേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത്, അല്ലെ ഒരുപാട് മാനസികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്കൊന്ന് കരയാൻ സാധിക്കുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെ ആ വിഷമം നമുക്ക് ഒരു തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ നമ്മളത് പിടിച്ചു നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ വരും, നമുക്ക് ആഹാരം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ
ഒക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കരയുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല. നമ്മുടെ സൊസൈറ്റിയിലല്ലേ നമ്മൾ പൊതുവിൽ കരുതപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ആണ് കരയുന്നത് എപ്പോഴും ഒരു വീക്ക്നെസ് ആണ്. അതായത് മനസ്സിന് കട്ടിയില്ലാത്തവരാണ്, ശക്തി ഇല്ലാത്തവരാണ് കരയുന്നത് എന്നാണ്. പക്ഷെ വിഷമങ്ങൾ വന്നാൽ അല്ലെ വേദനകൾ ലൈഫിൽ വന്നാൽ അത് ലിംഗഭേദമന്യേ നമ്മൾ അത് കരഞ്ഞു തീർത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വേണമെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ആ വേദനകൾ കുറയ്ക്കാനും നമ്മളെ കൂടുതൽ കാം ഡൗൺ ചെയ്യാനായിട്ടും ഒക്കെ ഈ ഇമോഷണൽ ടീയേഴ്സിന് സാധിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതായത് എന്ന് പറഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഏത് സമയവും വിഷമവും വേദനയും കരച്ചിലുമാണ് എങ്കിൽ അത് മറ്റു പല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളുടെ ലക്ഷണമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക കൂടി വേണം. ഒരു നോർമലായിട്ടുള്ള ഇമോഷൻസിനോടുള്ള ഒരു റെസ്പോൺസ് ആണ് ഈ കണ്ണുനീരെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ലൈഫിനെ സാരമായിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ്, കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളെ സമീപിക്കുക തന്നെ വേണം. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.